ഹായ്, ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിടിലൻ ബീഫ് വിഭവമാണ്, ബീഫ് ഉലർത്തിയത്. വളരെ സ്വാദിഷ്ടമായ ഈ വിഭവം എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബീഫ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇട്ട് വേവിച്ചത് 500 ഗ്രാം, സവാള 2 എണ്ണം, പച്ചമുളക് 2 എണ്ണം, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 3 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 50 ഗ്രാം, ഇഞ്ചി ആവശ്യത്തിന്, വെളുത്തുള്ളി ആവശ്യത്തിന്. നമുക്കിനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. ആദ്യം അടുപ്പ് കത്തിച്ച് ചട്ടി ചൂടാക്കി അതിലേക്ക് 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് വഴറ്റുക. ശേഷം 2 സവാള അരിഞ്ഞത് കൂടി ഇട്ട് നന്നായി വഴറ്റുക. സവാള വഴന്നു വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയതിനു ശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു 20 മിനിറ്റ് നേരം നന്നായി ഇളക്കി വേവിക്കുക. അങ്ങനെ നമ്മുടെ നാടൻ ബീഫ് ഉലർത്ത് റെഡി. ഇത് നിങ്ങൾക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി വിഭവമാണ്. ബീഫ് വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വിഭവം വളരെയധികം ഇഷ്ടപ്പെടും. ഇത് ഒരു ഡ്രൈ വിഭവം ആയതിനാൽ ചപ്പാത്തിയുടെയും അപ്പത്തിന്റെയും കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഒപ്പം ഇതുപോലത്തെ രുചികരവും വ്യത്യസ്തവുമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.